ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നേരെ ജോർജിയയിൽ തിബ്ലിസി എന്ന് പറയുന്ന സിറ്റിയിലാണ് കേട്ടോ അറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിബ്ലിസി കണ്ടു കഴിഞ്ഞാൽ ഒരു ഓൾഡ് ഫെയറി ടെയിൽ പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. 1500 വർഷം പഴക്കമുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഓൾഡ് ടൗൺ ഫേമസ് ആണ്. നല്ല നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല വുഡൻ കളർഫുൾ ബാൽക്കണീസും പേർഷ്യൻ റഷ്യൻ ഇൻഫ്ലുവൻസസ് ഒക്കെ ആയിട്ടുള്ള ആർക്കിടെക്ചർ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. My girl missing her. Oh, so cute. എന്തായാലും ഇക്കൂനെ ഇവിടെ പൂട്ടാൻ കിട്ടിയ ഒരേ ഒരു ചാൻസ് ഞാൻ എന്തായാലും മിസ്സാക്കിയിട്ടില്ല. ഇവിടെ ഇക്കൂനെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ചാവി നേരെ ആ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇക്കു എന്തെങ്കിലും ജോർജിയയിൽ വരുമ്പോൾ ഈ ഒരു ചാവിയും ഈ ഒരു ലോക്കും കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ജോർജിയയുടെ കുറച്ച് ഫൺ ഫാക്ട്സ് പറഞ്ഞു തരാം. അതിനു മുന്നേ തന്നെ എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓൾഡ് സിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിബ്ലിസി എന്ന പേര് ഇതിന് വരാനുള്ള കാരണം ഇതൊരു ഹോട്ട് സ്പ്രിംഗ് സൾഫർ ഉള്ള ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ. അതായത് ഇതൊരു വാം പ്ലേസ് ആണ്. തിബിലിസിയുടെ ഏറ്റവും ടോപ്പ് വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഒരു ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ താഴേക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് നൈറ്റ് വ്യൂ കാണാനുള്ള ഭാഗ്യം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ്. എന്തായാലും ഇവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ നടക്കാൻ നല്ല രസമാണ്. കാരണം ഒരുപാട് ചർച്ചസും ബാത്ത് ഹൗസസും ഫോർട്ടും ഒക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന വ്യൂസ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കണം. അപ്പോൾ ജോർജിയയിൽ വരുന്നവരാരും തിബിലിസി കാണാതെ പോകരുത്. കാരണം ഹിസ്റ്ററി ഈസ് അലൈവ് ഇൻ എവറി സ്ട്രീറ്റ്സ് of Tbilisi.